പടച്ചവനെ സുലൈഖ യൂസുഫ് നബിയെ കേറി പിടിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് വിവരിച്ചു തരുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് സുലൈഖ എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിലെ പെണ്ണുണ്ടല്ലോ, രാജകുമാരി അവിടുന്ന് യാചിക്കുന്ന യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫേ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് തന്റെ ആവശ്യം അവിടുന്ന് സുലൈഖ പറയുമ്പോ യൂസുഫ് നബി പറയുന്നു, സുലൈഖ, എനിക്ക് പടച്ച റബ്ബിനെ വല്ലാത്ത പേടിയാ, എനിക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. പടച്ചവനെ യൂസുഫ് നബി ഇറങ്ങി ഓടുകയാണ്. സുലൈഖ യൂസുഫ് നബിയുടെ പുറകെ കടന്നു തന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിടിക്കുകയും തന്റെ കമീസ് കീറുകയും ധരിച്ചിരുന്ന വസ്ത്രം കീറുകയും ചെയ്യുകയാണ്. നമ്മളൊക്കെ ചരിത്രം പഠിച്ചവരാ. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം അതാ പടച്ചവനെ ജയിലിലായി. വർഷങ്ങൾ കഴിഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയാവുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധികാരമുണ്ടല്ലോ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് പിന്നീട് സുലൈഖയെ വിവാഹം കഴിക്കുകയാ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ കയറി പിടിച്ചു. നമുക്ക് ചരിത്രം അറിയാം. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിലടച്ചു. അങ്ങനെ അവസാനം ഈജിപ്തിന്റെ ഭരണാധികാരിയായി. അങ്ങനെ യൂസുഫ് നബി സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ സുലൈഖ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വലിയ സ്നേഹം കാണിക്കുന്നില്ല. സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വലിയ സ്നേഹം കാണിക്കുന്നില്ല. ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, സുലൈഖ, നിനക്ക് എന്തു പറ്റി? പെണ്ണുങ്ങൾ കേട്ടോ. സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹയോട് യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, നിനക്ക് എന്തേ പറ്റിയേ? നിനക്ക് എന്താ എന്നോടൊരു സ്നേഹമില്ലാത്തത്? കാരണം അല്ലാഹു ഹറാമാക്കിയിരുന്ന സമയത്ത് എന്നോടുള്ള സ്നേഹം കാരണം നീ എന്നെ കേറി പിടിച്ചവളാ. അല്ലാഹു ഹറാമാക്കിയിരുന്ന സമയത്ത് എന്നോടുള്ള സ്നേഹം കാരണം നീ എന്നെ കേറി പിടിച്ചവളാ. എന്തേ സുലൈഖ, അല്ല ഇന്ന് ഹലാലാക്കി തന്നപ്പോ നീ എന്തേ എന്നോട് വലിയ മൈൻഡ് ചെയ്യാത്തത്? ഇന്ന് അല്ലാഹു എനിക്ക് എന്റെ ഭാര്യയാക്കി തന്നു, ഞാൻ നിന്നെ വിവാഹം കഴിച്ചു, ഇന്ന് നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം, എന്തുകൊണ്ട് നീ എൻ്റെ അടുത്ത് സഹകരിക്കുന്നില്ല? ആ സമയത്ത് സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തേ പറഞ്ഞതെന്നറിയുമോ? യൂസുഫേ, അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം അന്ന് എൻ്റെ ഹൃദയം നിറയെ നീയായിരുന്നു. സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം എന്റെ ഹൃദയം നിറയെ നീയായിരുന്നു യൂസുഫെ, നിന്നോടായിരുന്നു എനിക്ക് സ്നേഹം. നീ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്ന് കയറി പിടിച്ചേ. പക്ഷെ ഇന്ന് ഞാൻ നിന്നോട് സഹകരിക്കാത്തത് എൻ്റെ ഹൃദയം നിറയെ നീയല്ല, അല്ലാഹുവാ. എൻ്റെ ഹൃദയം നിറയുന്ന യൂസുഫെ നീയല്ല. ഇന്നെൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകൾ മുഴുവനും എനിക്ക് പടച്ച റബ്ബിനോടായി എനിക്ക് പ്രണയം, എനിക്ക് അല്ലാഹുവിനോടാണ് പ്രണയം. ആ പ്രണയം അല്ലാഹുവിനോട് വന്നതുകൊണ്ടാണ് എനിക്ക് നിന്നോട് സഹകരിക്കാൻ കഴിയാത്തത് എന്ന് മഹദിയായ സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോൾ അതാണ് അല്ലാഹു ഹൃദയത്തിൻ്റെ അകത്ത് കയറിയ, അതാണ് അല്ലാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് കയറിയാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു സ്നേഹമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. നമ്മളൊക്കെ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അല്ല ഇരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, പ്രവാചകൻ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു സ്വഹാബി ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹു ഇരിക്കുന്നത് എവിടെയാണ് നബിയേ? അല്ലാഹു ഇരിക്കുന്നത് എവിടെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹു ഇരിക്കുന്നത് അർശിലാ, അല്ലാഹു ഇരിക്കുന്നത് അർശിലാ. ഉടനെ സ്വഹാബത്ത് ചോദിക്കുന്നു, അയിന അർശുല്ലാഹ്, അല്ലാഹു
അള്ളാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയാണ് നബിയേ? അള്ളാഹു ഇരിക്കുന്നത് സിംഹാസനത്തിലാണ്. എവിടെയാണ് സിംഹാസനം ഇരിക്കുന്നത്? അത് ആകാശത്തിലാണോ ഭൂമിയിലാണോ കടലിലാണോ കരയിലാണോ വെള്ളത്തിന്റെ അടിയിലാണോ പണക്കാരന്റെ വീട്ടിലാണോ പാവപ്പെട്ടവന്റെ വീട്ടിലാണോ? പടച്ചവനെ എവിടെയാണ് അള്ളാഹുവിന്റെ അർശ് ഇരിക്കുന്നതെന്ന് പ്രവാചകനോട് തന്റെ സ്വഹാബത്ത് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്ന സ്വഹാബ, അള്ളാഹുവിന്റെ അർശിരിക്കുന്ന സ്ഥലം എവിടെയെന്നറിയുമോ? സുലൈഖ പറഞ്ഞത് വെറുതെയല്ല, സുലൈഖ പറഞ്ഞത് വെറുതെയല്ല. യൂസുഫേ, എന്റെ ഹൃദയം മുഴുവനും പണ്ട് നീയായിരുന്നു, പക്ഷേ ഇന്ന് എന്റെ ഹൃദയത്തിന്റെ അകത്ത് നീയല്ല അല്ലയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്ന സ്വഹാബ, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. അള്ളാഹുവിന്റെ അർശിരിക്കുന്നത് ഒരു യഥാർത്ഥ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ അകത്താണ്, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ അകത്താണ് പടച്ചവന്റെ സിംഹാസനം ഇരിക്കുന്നതെന്ന് പ്രവാചകൻ എവിടെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാകണം, അള്ളാഹു സ്നേഹിക്കുന്നവരാകണം. നമ്മളൊക്കെ പടച്ചവനെ സ്നേഹിക്കുന്നവരാണ്. അള്ളാഹുവിനോട് നമുക്ക് അല്പമെങ്കിലും സ്നേഹമുള്ളത് കൊണ്ടാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഈ സമയത്ത് ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. ഇത് വലിയ മഹത്വമുള്ള സദസ്സാണ്. റോഡിലൂടെ എത്രയോ പേര് വെറുതെ നടക്കുന്നു, എത്രയോ പേര് വീടിനകത്തിരിക്കുന്നു, എത്രയോ പേര് വയത് കേൾക്കാം എന്നിട്ട് റോഡിൽ നിൽക്കുകയാണ്. പലർക്കും ഇതിനകത്ത് കയറിയിരിക്കാൻ സമയമില്ലല്ലോ. രോഗം പിടിച്ചവരിവിടെ ഇരിപ്പുണ്ട്, ഗർഭിണികളായ പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്, പ്രായം ചെന്ന ഉമ്മമാരിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞല്ലോ, ഈ ദുനിയാവിൽ രണ്ട് സ്വർഗമുണ്ട്, ഈ ദുനിയാവിൽ രണ്ട് സ്വർഗമുണ്ട്. അതിലെ ഒരു സ്വർഗം ഏതെന്നറിയുമോ? അങ്ങ് മദീനത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ചാരത്ത് അല്ലാഹുവേ മാ ബൈന ഖബരി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്നാ. അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പഠിപ്പിച്ചല്ലോ, മദീനത്ത് പടച്ചവനെ ജന്നത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗളയിലേക്ക് കടന്നു ചെല്ലുമ്പോ അതാ പടച്ചവനെ മസ്ജിദ് നബവിയിൽ കടന്നു ചെല്ലുമ്പോ ഒന്ന് രണ്ട് റക്അത്ത് നമസ്കരിക്കാ, ഒന്ന് സുജൂദ് ചെയ്യാൻ ജനങ്ങളെ കാത്തു നിൽക്കുന്ന ദുനിയാവിലെ സ്വർഗമുണ്ടല്ലോ. ആ ദുനിയാവിലെ സ്വർഗത്തിൽ പോയി നിസ്കരിക്കണമെന്ന്, ദുആ ചെയ്യണമെന്ന്, സുജൂദ് ചെയ്യണമെന്ന് ഞാനും നിങ്ങളും ജീവിതത്തിൽ വല്ലാതെ ആഗ്രഹിക്കുന്നവരാ. അത് ദുനിയാവിലെ ഒരു സ്വർഗമാണ്. രണ്ടാമത്തെ സ്വർഗം ഏതെന്നറിയുമോ? അത് ഇൽമു പറയുന്ന മജ്ലിസാ, അത് ഇൽമു പറയുന്ന മജ്ലിസാ. പടച്ചവനെ സ്വർഗത്തിലിരിക്കാൻ അവസരം കിട്ടിയിട്ട് ഇല്ല ഉസ്താദേ, ഞാൻ എന്നതാ റോഡിലേ നിൽക്കൂ, ഞാൻ വെളിയിലേ നിൽക്കൂ, ഞാൻ വീട്ടിലിരുന്നേ കേൾക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇത് സ്വർഗമാണ്, ഇത് ദുനിയാവിലെ സ്വർഗമാണ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താ? വയല് കേൾക്കാൻ കടന്നു വന്നിട്ട് റോഡിലെ കടയുടെ മുന്നിൽ കൂടി നിൽക്കുന്ന സഹോദരങ്ങളോട്, ഏ മനുഷ്യ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? സ്വർഗത്തിൽ പോകണമെന്നല്ലേ? അതിനല്ലേ നിസ്കരിക്കുന്നത്, അതിനല്ലേ ഖുർആൻ ഓതുന്നത്, അതിനല്ലേ സദഖ കൊടുക്കുന്നത്, അതിനല്ലേ ദിക്ർ പറയുന്നത്, അതിനു വേണ്ടിയല്ലേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, കണ്ണിന്റെ മുന്നിൽ സ്വർഗം കാണിച്ചു തന്നിട്ട്, കണ്ണിന്റെ മുന്നിൽ സ്വർഗം കാണിച്ചു തന്നിട്ട് കേറിയിരിക്കാൻ മടിക്കുന്ന നിനക്കെങ്ങനാ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്നത്? അതുകൊണ്ട് പടച്ചവനെ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പടച്ച റബ്ബ് ഇവിടെ ഇരിക്കാൻ അവസരം തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണോ? അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കണോ? അതോ വൺ സൈഡ് പ്രണയമാകണോ?
എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്തിനാ പ്രയാസപ്പെടുന്നത്? നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? പഠിച്ചവനെ, അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെടന്ന് പറഞ്ഞല്ലോ, വൈദാ സാലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലീ. അള്ളാഹു നമ്മുടെ കണ്ണിന്റെ ഞരമ്പിനെക്കാൾ നമ്മുടെ കൂടെ അടുത്തിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണോ? അള്ളാഹു നമ്മളെ സ്നേഹിക്കണോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമയാകണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ജീവിതത്തിൽ വേണ്ട ഗുണങ്ങൾ എന്താ? ആ മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട ഗുണങ്ങൾ എന്താ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഈ പറയുന്ന ഗുണങ്ങളെന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയാ. നിങ്ങളെ ഭർത്താവല്ല സ്നേഹിക്കുന്നത്, മക്കളല്ല സ്നേഹിക്കുന്നത്, കൂടപ്പറപ്പല്ല സ്നേഹിക്കുന്നത്. ഇവിടെ ആര് സ്നേഹിച്ചാലും എന്തെങ്കിലും ഒരു നേട്ടമില്ലാതെ ഒരുത്തനും സ്നേഹിക്കില്ല. അതാണാകട്ടെ പെണ്ണാകട്ടെ, നമ്മൾ ആരെങ്കിലും സ്നേഹിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനമില്ലാതെ ഒരു മനുഷ്യനും നമ്മളെ സ്നേഹിക്കില്ല. ഭർത്താവ് പറയുന്ന ഉസ്താദ്, എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ മക്കൾക്ക് എന്നോട് സ്നേഹമില്ല. പെണ്ണുങ്ങൾ പറയുന്ന ഉസ്താദേ, ഭർത്താവിന് എന്നെ വേണ്ട, എന്നോട് വല്ലാത്ത വെറുപ്പാ. എന്ത് ജീവിതമാ ഉസ്താദേ? നിങ്ങളെ, നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എന്നെ ആരാ സ്നേഹിക്കുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ വലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ അധിപനായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ. ആ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് നിന്നെ സ്നേഹിക്കുകയാ. അല്ലാഹു നിന്നെ സ്നേഹിക്കുകയാ. ആ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്? ആ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്? ആ സ്നേഹം കിട്ടാനുള്ള വഴിയെന്താ? ആ സ്നേഹം കിട്ടാനുള്ള വഴിയെന്താ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മൾ മാത്രം സ്നേഹിച്ചാ പോരാ. വൺ സൈഡ് പ്രണയമായിട്ട് ഇങ്ങനെ നടന്നാ പോരാ. ഞാൻ വഴുതിന് വരുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവൻ പറഞ്ഞു, ഉസ്താദെ, എന്നെ ഒരു പെണ്ണ് തേച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു, പോയാ പോകട്ടെ, അള്ളാഹുവിന് നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ആമീൻ, നല്ലൊരു ജീവിതം കൊടുക്കുമാറാകട്ടെ. എത്രയോ പേരുണ്ട് ജീവിതത്തിൽ തേപ്പ് കിട്ടിയവർ, ഒരുപാട് പേരുണ്ട്. അതൊക്കെ പോട്ടെ, അള്ളാഹു വിധിച്ചിട്ടില്ല, അങ്ങനെ പറയാ. പടച്ച റബ്ബ് നിനക്ക് വിധിച്ചിട്ടില്ല. അള്ളാഹു നിങ്ങൾക്ക് സാലിഹത്തായ ഇണകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടു പോയ താത്താമാരെ അള്ളാഹു നിങ്ങളുടെ ഭർത്താക്കന്മാരെ നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹു നമ്മളെ സ്നേഹിക്കണം. അള്ളാഹു സ്നേഹിക്കുന്ന കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. സ്നേഹിക്കണ്ടേ? പറ, സ്നേഹിക്കണോ വേണ്ടേ? പറ ചങ്ങാതിമാരെ, സ്നേഹിക്കണോ? അല്ല നമ്മളെ സ്നേഹിക്കണോ? അതോ ഭാര്യയും മക്കളും മാത്രം സ്നേഹിച്ചാൽ പോരല്ലോ? അള്ളാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ട ഒന്നാമത്തെ ഗുണമെന്താ? അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹു നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, നമുക്ക് പഠിക്കാം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്തുന ഫല്ലൂ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒരാൾ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹു സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവനാരെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ
യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹു തന്നെ പറയുകയാ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാരെന്നറിയുമോ? അല്ലാഹുവേ, അവന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവരുണ്ടല്ലോ. അവന്റെ ജീവിതത്തിലെ പ്രയാസമാകട്ടെ, ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, വേദനയാകട്ടെ, കടമാകട്ടെ, രോഗമാകട്ടെ, മനസമാധാനമാകട്ടെ, അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും അവന്റെ കാര്യങ്ങൾ മുഴുവനും ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട്. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവനുണ്ടല്ലോ. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ് അവനെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാന്റെ ഖുർആൻ പറയുകയാ, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് അവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തു പറയുന്നവനെ? ഉറക്കെ പറഞ്ഞങ്ങാതി. എന്തു പറയുന്നവനെ? എന്തു പറയുന്നവനെ? ഒന്ന് പറഞ്ഞ് തവക്കൽതു അലല്ലാഹ്. എന്താ ഈ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ? ചിലരുടെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്, റൂമിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്, ചില വണ്ടിയുടെ പേര് തന്നെ തവക്കൽതു അലല്ലാഹ്. എന്താ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ? നമ്മൾ മനസ്സിലാക്കണം എന്താണ് തവക്കൽതു അലല്ലാഹ്. പറയാറുണ്ട് ചിലര്, അതിന്റെ അർത്ഥം എന്താന്ന് പോലും ആ പാവത്തിന് അറിയില്ല. എന്തിനാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത്? ഇത് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? ഇത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടമെന്താ? നമ്മൾ ആരും പഠിക്കാറില്ല, നമ്മൾ ആരും ഇത് മനസ്സിലാക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ? അള്ളയാ പറഞ്ഞേ. എടാ, നീ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിലെ ഉസ്താദന്മാര് പറഞ്ഞതല്ല. പിന്നെ ആരാ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബാ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബാ, നിങ്ങൾ ആരോടാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയേണ്ടത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത് വസബ്ബിഹു ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. നിങ്ങൾ ആരോടാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയേണ്ടത്? അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ പറയണേ, നിങ്ങൾ തവക്കൽതു അലല്ലാഹ് എന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വകാര്യങ്ങളിൽ നിങ്ങൾ പറയണം. അത് വീട് വെക്കാനിറങ്ങിയാൽ, കച്ചവടത്തിനിറങ്ങിയാൽ, പടച്ചവനെ ജോലിക്ക് പോയാൽ, കടയിലേക്ക് പോയാൽ, വാഹനത്തിൽ കയറിയാൽ, മക്കളെ സ്കൂളിൽ വിട്ടാൽ, റോഡിലിറങ്ങിയാൽ, ഏത് കാര്യത്തിനും നിങ്ങൾ പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇന്ന് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് പറയണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറയണം, കിടന്നുറങ്ങുന്ന സമയത്ത് പറയണം. നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളിലും നിങ്ങൾ തവക്കൽതു അലല്ലാഹ് പറയണം. ആരോടാണ് പറയേണ്ടതെന്നറിയുമോ? ഖുർആൻ പറയുകയാ, ആരോടാണ് പറയേണ്ടത്? വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്. ഒരിക്കലും മരിക്കാത്ത റബ്ബിനോട്, ഒരിക്കലും മരണമില്ലാത്ത റബ്ബിനോട്. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും തകരുമല്ലോ. ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, ഏത് കൊട്ടാരത്തിന്റെ ഉള്ളറകളിൽ ഇരിക്കുന്നവനാണെങ്കിലും, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും ഒരു ദിവസം നശിക്കുമല്ലോ. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഖുർആൻ ഇവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യൻ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്, നക്ഷത്രങ്ങൾ മഴത്തുള്ളികൾ വീഴുന്നത് പോലെ തീമഴ പെയ്യുകയാണ്.
പടച്ചവനെ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തകർന്ന് തരിപ്പണമാവുകയാ. അവസാനം ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ടുപേര്. ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ടു പേരേ ഉള്ളൂ. ഒന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ, പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹ്. അങ്ങനെ രണ്ടുപേര് മാത്രമാണ് അവശേഷിക്കുന്നത്. അല്ലാഹു ചോദിക്കുന്നു, അസ്റായീലേ, ഇനി ആരാ പോകേണ്ടത്? ഇനി ആരാ പോകേണ്ടത്? അല്ലാഹുവേ, ഞാനാണ് പടച്ചവനെ, ഞാനാണ് പടച്ചവനെ. അസ്റായീലും അങ്ങനെ മരിക്കുകയാ. അല്ലാഹു മാത്രമല്ലേ ഈ ദുനിയാവിലുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ മരണമില്ലാതെ ഇരിക്കുന്ന ഏക വ്യക്തി അല്ലാഹുവാ. അതുകൊണ്ട് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് ആ പടച്ച റബ്ബിനെയാണ്. ആ റബ്ബിന്റെ കയ്യിലാണ് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഒരിക്കലും മരണം ബാധിക്കാത്തവനായ, എന്നും എന്നും ജീവിച്ചിരിക്കുന്നവനായ പടച്ച റബ്ബിനെയാണ് നീ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. എന്നിട്ട് ഖുർആൻ പറയുകയാ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കൽ. അതാ ഖുർആൻ അവിടെന്ന് പറയുകയാ, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഖുർആൻ മറ്റൊരു ഭാഗത്ത് പടച്ച റബ്ബിനെ പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് മറ്റൊരു ഭാഗത്ത് പറയുകയാ, വമൻ യതവക്കൽ അലല്ലാഹ് ഫഇന്നല്ലാഹ അസീസുൻ ഹകീം. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരച്ചവനോട് പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാ, ഖുൽ ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലിൽ മുതവക്കിലൂൻ. ഖുർആനിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ പടച്ച റബ്ബ് തവക്കൽതു അലല്ലാഹ് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ മാത്രമല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ. എല്ലാ പ്രവാചകന്മാരും അല്ലാഹുവിലേക്ക് അവരുടെ കാര്യങ്ങൾ പരമേൽപ്പിച്ചവരാ. അതുകൊണ്ട് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കണേ. ജീവിതത്തിൽ തവക്കൽതു അലല്ലാഹ്, അത് വീട്ടിൽ എഴുതി വെക്കാറുള്ളതല്ല. അത് പടച്ചവനെ വാഹനത്തിൽ എഴുതി വെക്കാറുള്ളതല്ല. അത് നിന്റെ വാഹനത്തിന്റെ പേരാക്കാനുള്ളതല്ല. അത് പറയാറുള്ളതാ. അത് പറയാറുള്ളതാ. എപ്പോഴാണ് പറയേണ്ടതെന്നറിയുമോ? പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലമറിയുമോ? പറയാതിരുന്ന വരുന്ന നഷ്ടമെന്തെന്നറിയുമോ? നീ പറയുന്ന വാക്കിന്റെ അർത്ഥമെന്തെന്നറിയുമോ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പറയാറുണ്ട് തവക്കൽതു അലല്ലാഹ്. അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് നമ്മുടെ നാവിന്റെ തുമ്പിൽ എപ്പോഴും വേണം. ഏത് കാര്യം പറയുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. വീട് വെക്കാൻ ഇറങ്ങാം, തവക്കൽതു അലല്ലാഹ്. മക്കളെ കെട്ടിക്കാൻ ഇറങ്ങാം, തവക്കൽതു അലല്ലാഹ്. കച്ചവടത്തിന് പോകുന്നു, തവക്കൽതു അലല്ലാഹ്. ബിസിനസ് തുടങ്ങുന്നു, തവക്കൽതു അലല്ലാഹ്. സ്കൂളിൽ പോകുന്നു, തവക്കൽതു അലല്ലാഹ്. റോഡിൽ ഇറങ്ങുന്നു, തവക്കൽതു അലല്ലാഹ്. എല്ലാ വിഷയത്തിലും തവക്കൽതു അലല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഇത് ചുമ്മാതിങ്ങനെ തവക്കൽതു അലല്ലാഹ് തവക്കൽതു അലല്ലാഹ് എന്ന് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളതല്ല. ഇതൊരു മനുഷ്യൻ പറഞ്ഞാൽ ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ? ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് അവനെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് ആ മനുഷ്യനെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, അവൻ അല്ലാഹു അവനെ വല്ലാതെ ഇഷ്ടപ്പെടുകയാ. അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയാ. അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
ഒരാൾ അല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചവനെ പിന്നെ അവന് രക്ഷപ്പെട്ടല്ലോ, അവന് യാതൊരു പേടിയും വേണ്ടല്ലോ, അവന് യാതൊരു പ്രയാസവും വേണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ല കയറി കഴിഞ്ഞാൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. പിന്നെ വല്ലാത്ത ഒരു ഈമാനാണ്, പിന്നെ വല്ലാത്ത ഒരു ധൈര്യമാണ്. പടച്ചവനെ അവന്റെ കയ്യും കണ്ണും കാലുമെല്ലാം അല്ലാഹു ആകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയുമോ? വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ അനുയായികൾ വന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പ്രവാചകനായിട്ടില്ല, പടച്ചവനെ അവിടെ നിന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാ. എന്നിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചു ഇബ്രാഹിമിനൊരു വലിയ ശിക്ഷ കൊടുക്കണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുക്കണം. ഇബ്രാഹിം നബിക്ക് അവർ കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവേ പ്രബോധനമായിട്ട് ഇബ്രാഹിം നബി ഇറങ്ങിയപ്പോ, വിഗ്രഹങ്ങളെ തകർത്തു കളഞ്ഞപ്പോ ഇബ്രാഹിം നബിയെ കൊല്ലുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചത് എന്തെന്നറിയുമോ? ഒരു വലിയ ഒരു കുടിയെടുക്കുകയാണ്, ഒരു ഭയാനകമായ ഒരു വലിയ കുടിയെടുക്കുകയാണ്. എന്നിട്ട് ആ കുടിക്കകത്ത് മുഴുവനും വിറകിട്ട് തീ നിറയ്ക്കുകയാ. ഒരു ഭയാനകമായ തീക്കുണ്ടാരം ഉണ്ടാക്കുകയാണ്, ഒരു ഭയാനകമായ തീക്കുണ്ടാരം ഉണ്ടാക്കുകയാണ്. അല്ലാ, ചരിത്രം പറയുകയാ, ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയുന്നില്ല. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും ആ തീയുടെ മുകളിലൂടെ പറന്നു പോകുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ കരിഞ്ഞു വീഴുകയാ. അത്രയും ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇടാറ്. എന്നിട്ട് അതാ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ കൈകാലുകൾ കെട്ടി എന്നിട്ടൊരു അമ്പ് തയ്യാറാക്കുകയാണ്. ആ തീയിലേക്ക് ഇബ്രാഹിം നബിയെ ഇടാൻ ഒരമ്പും ബില്ലും തയ്യാറാക്കി ഇബ്രാഹിം നബിയെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. വലിച്ചിങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് ഇടാൻ, അങ്ങനെ ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാ. അപ്പോഴാണ് വരുന്നത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. മൂസ നബിയേ, ഒന്ന് അനുവാദം തരുമോ? ഞാൻ രക്ഷപ്പെടുത്താൻ നബിയേ, ഈ തീ ഞാൻ അണച്ചു കളയാൻ നബിയേ, ഞാൻ അങ്ങയെ സഹായിക്കട്ടെ. ആ സമയത്താണ് അല്ലാഹുവേ മൂസാ നബി പറയുന്ന, ജിബ്രീലേ, എനിക്ക് നിന്റെ സഹായം വേണ്ട, എനിക്ക് നിന്റെ സഹായം വേണ്ട. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്റെ നാഥനുണ്ടല്ലോ, ആ പടച്ച റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ. എനിക്ക് നിന്റെ സഹായം വേണ്ട, എന്റെ കാര്യം നോക്കാൻ എന്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താ. പടച്ചവനെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് അതാ ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഖുർആൻ പറയുകയാ. യാ നാറുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അതാ ഇബ്രാഹിം നബി എവിടെന്ന് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കടന്നുപോയി. പടച്ചവനെ, അതാ മാസങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ, ശരീരത്തിലെ ഒരു രോമം പോലും കരയാതെ ഇബ്രാഹിം നബി ആ തീക്കുണ്ടാരത്തിൽ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകൾ കഴിഞ്ഞു, അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാ. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാ പിന്നെ എങ്ങനാ? അല്ലാഹുവിനവനെ വല്ലാത്ത 1 ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 1 ഇഷ്ടമാ. 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 1 ഇ
ജീവിതത്തില് പ്രയാസം വരുമ്പോ, ജീവിതത്തില് ദുഃഖം വരുമ്പോ, കുത്തുവാക്കും പരിഹാസങ്ങളും അപവാദങ്ങളും ജീവിതത്തിൽ കേൾക്കുമ്പോ തകർന്നു പോകല്ലേ, പതറിപ്പോകല്ലേ. പഠിച്ചോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ നിന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ. ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ. സാമ്പത്തികമായി സർവ്വതും തകർന്നു, പടച്ചവനെ തൂങ്ങാനൊന്നു തോന്നുന്ന സമയമുണ്ടല്ലോ, ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ. ഒരുത്തനെ പ്രണയിച്ചിട്ട് അവസാനം തേച്ചിട്ട് പോകുമ്പോ ചാകാൻ തീരുമാനിക്കുന്ന പെണ്ണേ, ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ട് പോകുമ്പോ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെണ്ണ്, നാട്ടുകാരും കുടുംബക്കാരും നീ ചെയ്യാത്ത തെറ്റിന്റെ പേരില് നിന്നെ എല്ലാവരും വേദനിപ്പിക്കുമ്പോ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെങ്ങള്, നാട്ടുകാർ മുഴുവനും പരിഹസിക്കുമ്പോ അപവാദങ്ങളും പരിഹാസങ്ങളും കേട്ട് കേട്ട് മടുത്തു ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുമ്പോ വീടിനകത്ത് ഒതുപെടുത്തിട്ടും ഇരിക്കണം, വീടിനകത്ത് ഒതുപെടുത്തിട്ടും ഇരിക്കണം. എന്നിട്ട് 2 റക്അത്തൊന്ന് നമസ്കരിക്കണം. എന്നിട്ട് ആ നിസ്കരിച്ച മുസല്ലയിൽ ഇരുന്നിട്ട് ഒരു 3 പ്രാവശ്യം പറയണം, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന വരുമ്പോ മോനെ നിസ്കാരപ്പായിരുന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് ഇങ്ങനെ പറയണം, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടായാൽ ആ ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചിട്ട് പറയണം, ഹസ്ബുനല്ലാഹ്. എന്തേ പ്രതിഫലമെന്നറിയുമോ? ഇതാര് പറഞ്ഞതാണെന്നറിയുമോ? ഇബ്രാഹിം നബി നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് പോകുമ്പോ പറഞ്ഞ ദിക്റാ. അല്ലാഹു സഹായിച്ചതവിടെയാ, അല്ലാഹു സഹായിച്ചതവിടെയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹദി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീബിക്ക് നിന്നെ പോലെ 20, 25, 30, 35 വയസ്സില്ല. ആയിഷ ബീബി ചെറിയ പെണ്ണാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് സൗബാൻ എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. ആ സഹാബിയുമായിട്ട് ചേർത്ത് വെക്കുകയാണ്. സൗബാനും ആയിഷയും വ്യഭിചരിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ പോലും അവിടെ നിന്ന് വെറുതെ വിട്ടില്ല. പിന്നെയല്ലേ പള്ളിക്കരയിലെ പെണ്ണ്, നിന്നെ കുറിച്ച് നാട്ടുകാർ പറയുമ്പോ തകർന്നു പോകരുത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും ചേർത്ത് വെച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. ഭർത്താവ് മാത്രമല്ല, വീട്ടുകാര് മാത്രമല്ല, നാട്ടുകാര് മാത്രമല്ല, പടച്ചവനെ ഒരു നാട് മുഴുവനും അവിടെ നിന്ന് പറയുകയാ. എവിടെ നോക്കിയാലും ആയിഷ ബീവിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കേട്ട് മടുക്കുകയാ. പ്രവാചകൻ എവിടെ പോയാൽ ആയിഷ ബീവിയെ കുറിച്ച് പറയുന്നതാണ് കേൾക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടിയില്ല. വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, ആയിഷ. വീടിനകത്ത് തകർന്ന് കരന്നുകൊണ്ടിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്, നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക്. പടച്ചവനെ, ആയിഷാനെ അള്ളാന്റെ റസൂൽ ഇറക്കി വിട്ടതല്ല, സംശയമുള്ളത് കൊണ്ടല്ല. നിനക്ക് സമാധാനം കിട്ടാ വീട്ടിൽ പോയിരിക്കൂ, അള്ളാഹു തീരുമാനമെടുക്കട്ടെ. പടച്ചവനെ, ആയിഷ ബീവിക്കെതിരായിരുന്ന തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു. എന്നാലും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കുറച്ചു ദിവസം സമാധാനം കിട്ടാൻ നീ നിന്റെ വീട്ടിലേക്ക് പോ ആയിഷ.
ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. വാപ്പാനെ കണ്ടപ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു. വാപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ മുത്തുനബിയുടെ ഭാര്യയാണ്. ഞാൻ വ്യഭിചരിക്കുമോ? ഞാൻ എങ്ങനെ വ്യഭിചരിക്കുമെന്ന് എന്റെ ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? അബൂബക്കർ തങ്ങൾ മിണ്ടിയില്ല. വീട്ടിലേക്ക് ചെല്ലുമ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, മക്കളുടെ കണ്ണ് നിറഞ്ഞ സഹിക്കാൻ കഴിയാത്ത ഉമ്മയുണ്ടല്ലോ. ആയിഷ ബീവി ഓടിച്ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ഉമ്മ, ഞാൻ നിരപരാധിയാ, ഞാൻ നിരപരാധിയാ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഉമ്മ. ആയിഷയോട് ഉമ്മ പറയുന്ന, മോളെ ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കെതിരാ. തകർന്നു പോയി ആയിഷ, തകർന്നു പോയി ആയിഷ. ആ പെണ്ണുണ്ടല്ലോ, ആ ചെറിയ പ്രായക്കാരിയായ ആയിഷ ബീവി ഉണ്ടല്ലോ, വീടിനകത്തേക്ക് കേറി പെണ്ണേ നരമ്പ് മുറിച്ചില്ല, തൂങ്ങാൻ തയ്യാറായില്ല, തോക്കാൻ തയ്യാറായില്ല. ഒരു നാട് മുഴുവനും തന്നെ തെറ്റുകാരിയാണെന്ന് മുദ്ര കുത്തിയപ്പോ ആയിഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള പെൺകുട്ടിയുണ്ടല്ലോ, വീടിനകത്ത് കയറി റൂമിനകത്തിരിക്കാൻ തുടങ്ങി. പടച്ചവനെ, ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും സുബഹിയുടെ നിസ്കാരം കഴിയുമ്പോ ആയിഷ ബീവി വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ? മുത്തുനബി വരുന്നുണ്ടോ? ആഴ്ചകളോളം കഴിയുകയാണ്. അവസാനം ഒരു ദിവസം നോക്കുമ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. ഇറങ്ങി ഓടുകയാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. പടച്ചവനെ, ഓടിച്ചെന്നിട്ട് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹ് പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹ് പറഞ്ഞു. റസൂലുള്ളാഹ് പറഞ്ഞു, ആയിഷ, ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായിട്ട് വന്നു. ആയിഷ കെട്ടിപ്പിടിക്കുകയാണ്, റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ, എന്തേ ആയിഷ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി പറയുകയാ, എനിക്കുറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന്, ഖുർആനിന്റെ ആയത്തിറങ്ങുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത്ര ഉറപ്പിച്ചു പറഞ്ഞപ്പോ റസൂലുള്ളാഹ് ചോദിക്കുകയാ, എങ്ങനെയാ ജിബ്രീലിനെ വിളിച്ചിറക്കിയത്? 7 ആകാശം കടന്ന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഖുർആനിന്റെ ആയത്തുമായി പടച്ച റബ്ബിന്റെ സഹായം നീ എങ്ങനെയാ നേടിയത്? എങ്ങനെയാണ് നീ നേടിയത്? യാ റസൂലല്ലാഹ്, ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഈ വീടിനകത്തിരുന്നത്? എങ്ങനെയാ മോളെ ആയിഷ നീ ഇങ്ങനെ ക്ഷമിച്ചത്? നിന്നെ കൊണ്ട് എങ്ങനെയാ ഇത് ക്ഷമിക്കാൻ കഴിയുന്നത്? എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ എങ്ങനെയാണ് നീ പിടിച്ചു നിന്നത്? ആ സമയത്താണ് ആയിഷ ബീവി പറയുന്നു, യാ റസൂലല്ലാഹ്, നിസ്കാരപ്പായിരുന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാണ് നബിയേ. നെഞ്ചു പൊട്ടുമ്പോ, കണ്ണ് നിറയുമ്പോ, സഹിക്കാൻ കഴിയാതെ വരുമ്പോ
കണ്ണിലൂടെ കണ്ണുനീരൊഴുകുമ്പോ ഞാൻ പറഞ്ഞതെന്തെന്നറിയുമോ? ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്കല്ല മതി, എനിക്കല്ല മതി. ആയിഷാ ബീവി റളിയല്ലാഹു തആല നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് പറഞ്ഞത് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. പറഞ്ഞത് ഈ ദിക്റായിരുന്നു, പറഞ്ഞത് ഈ ദിക്റായിരുന്നു. അതുകൊണ്ട് പഠിച്ചു വെച്ചോ, ഒരാളുടെ ഹൃദയത്തിൽ അല്ല കയറി കഴിഞ്ഞാൽ, അല്ല ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ, എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് പറയുന്ന മനസ്സിന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവനെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ല നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ച റബ്ബ് നിന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ മനുഷ്യ നീ എന്തിനാ പേടിക്കുന്നത്? അല്ല നിന്റെ കൂടെയുണ്ടെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ പടച്ചവനെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾക്ക് അധികാരമില്ല, നമ്മൾക്ക് ആൾബലമില്ല, പടച്ചവനെ നമുക്കൊത്തൊരുമയില്ല, ഒന്നുമില്ലെങ്കിലും നീ എന്തിനാ പേടിക്കുന്നത്? അല്ല നിന്റെ കൂടെയുണ്ടല്ലോ. രണ്ടാമതായിട്ട് വേണ്ടത് തവക്കൽതു അലല്ലാഹ് എന്ന് ജീവിതത്തിൽ പറയുന്നവന്റെ കൂടെ അള്ളയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ല ഈമാൻ നൽകുമാറാകട്ടെ. പൗരത്വ ബില്ല് വന്നാലും ഏക സിവിൽ കോഡ് വന്നാലും ഇവിടെ എന്തൊക്കെ വന്നാലും ആര് നമ്മുടെ കൂടെയുണ്ട്? അല്ല നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ല ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരും വലിയ ടെൻഷനില്ല ഉസ്താദെ, നമ്മൾ എങ്ങോട്ട് പോകും ഉസ്താദെ? എങ്ങോട്ട് പോകും? വീട്ടിൽ പോകണം. കൂടിപ്പോയി നമ്മളെന്തായാലും എങ്ങോട്ട് പോകാനുള്ളത്? ഇവർ പറയുന്നത് നമ്മൾ ഈ രാജ്യത്തിലുള്ളവരല്ല എന്ന. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ശരിവാ, നമ്മുടെ വീട് ഇവിടാണോ? നമ്മുടെ വീട് ഇവിടാണോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? നമ്മുടെ നാടിതാണോ? നമ്മുടെ തറവാടേതാ? നമ്മുടെ തറവാടേതാ? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? പറ ചങ്ങാതി, നിന്റെ ഉപ്പുപ്പ ആയ ആദൻ നബി എവിടാ ജീവിച്ചേ? ആദൻ നബി എവിടാ ജീവിച്ചേ? എന്തിങ്ങനെ എന്നെ നോക്കണേ? ആദൻ നബി എവിടാ ജീവിച്ചേ? ഉമ്മുമ്മയല്ലേ ഹവ്വാ റളിയല്ലാഹു തആല അൻഹ. അപ്പൊ ഉപ്പുപ്പായി ഉമ്മുമ്മായി എവിടാ ജീവിച്ചത്? ഞാൻ എന്റെ വല്ലം പറ മനുഷ്യ, എവിടാ ജീവിച്ചേ? സ്വർഗത്തിൽ ഇല്ലേ? പറ, സ്വർഗത്തിലല്ലേ? നമ്മുടെ തറവാട് അതല്ലേ? അങ്ങോട്ട് പോകേണ്ടവരാ നമ്മൾ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിവിടെ പേടിയാ ഉസ്താദെ, എല്ലാം പോവല്ലോ ഉസ്താദെ, എന്ത് ചെയ്യും ഉസ്താദെ? 2 നില വീട് പണിതിട്ടുണ്ട്, ഏക്കർ കണക്കിന് ജാഗയുണ്ട്, ഇതൊക്കെ കളഞ്ഞിട്ട് എവിടെ പോവാനാ? വലിയ ബേജാറ്, വലിയ ബേജാറ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പേടിക്കണം നമ്മളെ പേടിപ്പിക്കും അല്ലാഹ്. അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ വെറുതെ പോകാമെന്ന് നീ കരുതിയോ? അള്ളാഹു തന്നെ നമ്മളോട് ചോദിക്കുകയാ, എടാ സ്വർഗത്തിലേക്ക് വെറുതെ പോകാമെന്ന് നീ കരുതിയോ? ഇല്ലടാ. ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, അനുഭവിക്കണം നീ. എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയും. മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് തല്ലി ചതയ്ക്കുമ്പോഴും കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ കൊടുക്കാതെ ഇവിടെ കിടന്ന് കാഫിറായിട്ട് ചാകടാ എന്ന് പറഞ്ഞ് ബിലാല് തങ്ങളെ തല്ലിച്ചതയ്ക്കുമ്പോൾ വെള്ളത്തിന് വേണ്ടി യാചിച്ചപ്പം ഒട്ടകത്തിൻ്റെ മൂത്രമെടുത്തുകൊണ്ടുവന്ന് ബിലാല് തങ്ങളുടെ മുഖത്തെ കുഴിക്കുമ്പോഴും ബിലാല് തങ്ങൾ വിളിച്ചു പറഞ്ഞത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഇത് പിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചരിത്രമല്ല. ഇത് ഉസ്താദന്മാര് പിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചരിത്രമല്ല. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ
പടച്ചവനെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ണിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഭർത്താവിന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് തലകീഴായി ജീവനോടെ തീക്കകത്ത് തലകീഴായി നിർത്തി തൻ്റെ ഭർത്താവിന്റെ ശരീരത്തിലൂടെ പച്ച ഇറച്ചി ഇങ്ങനെ കരിയുകയാ. തീ വെന്തിട്ട് തലയിലൂടെ രോമങ്ങളിലൂടെ ശരീരം മുഴുവനും തീ കൊണ്ടിട്ട് ഷവായി ഉണ്ടാക്കുന്നത് പോലെ അള്ളാഹുവേ പടച്ചവനെ സുമയ്യ ബീവിയുടെ ഭർത്താവിനെ ജീവനോടെ കത്തിക്കുമ്പോൾ അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്ന് ഭർത്താവിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് തല്ലിയിട്ട് ഭർത്താവിൻ്റെ ശരീരത്തിൽ മണലുവാരിയിട്ട് ഭർത്താവിൻ്റെ ശരീരത്തിലെ തീ അണച്ച് തൻ്റെ ഭർത്താവ് മരണത്തോട് മല്ലടിക്കുമ്പോൾ ആസിയ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞുകൊടുത്തു, ഇവന്മാര് കൊന്നാലും അള്ളാനെ കൈവിടരുത്. ഇവന്മാര് നമ്മളെ കൊന്നാലും അല്ലാഹു അഹദ്, നമുക്ക് സ്വർഗമുണ്ട്, തോറ്റുകൊടുക്കരുത്. അബൂജഹൽ കടന്നു വന്നിട്ട് സുമയ്യ ബീവിയെ ചവിട്ടി തറയിലിട്ടു. കഴുത്തിൽ തലയിൽ തൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് കാല് വെച്ചിട്ട് സുമയ്യ ബീവിയുടെ തല മണ്ണിനകത്തേക്ക് ചവിട്ടി താഴ്ത്തുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു അല്ലാഹു അഹദ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാ, മലർത്തിക്കടത്തിയിട്ട് കുന്തമെടുത്തിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യ ഭാഗത്തേക്ക് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു അല്ലാഹു അഹദ്. ഇത് പിരിക്കാനുള്ള ചരിത്രമല്ല, ഇത് കോരിത്തെരിപ്പിക്കാനുള്ള ചരിത്രമല്ല. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളാ. ഇതൊക്കെയാണ് ഇവര് കിടക്കുന്ന സ്വർഗമാ. ഈ കല്ലിങ്കാലുകാരായ നിങ്ങളും അള്ളാഹിനോട് ചോദിക്കണത്. അവര് പോണ സ്വർഗത്തിലാ നമ്മളും പോകണ്ടേ? നമുക്കെന്ത്? മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ മക്കയിൽ നിന്ന് പീഡനം സഹിക്കാൻ കഴിയാതെ സഹാബികൾ മദീനത്തേക്ക് ഹിജറ പോയപ്പോ മക്കക്കാര് പറഞ്ഞുടാ, ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ നീയും അള്ളായും പൊക്കോളാൻ. എന്തേ പറഞ്ഞേ? എടാ, ഈ നാട്ടിൽ ഉണ്ടാക്കിയ നിന്റെ സമ്പാദ്യം മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും മുഹമ്മദും നിന്റെ മതവും പൊക്കോടാ എന്ന് പറഞ്ഞപ്പോ നിന്റെ ഒന്നും എനിക്ക് വേണ്ടടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് ഉടുതുണിയും വെച്ചുകൊണ്ട് മദീനത്ത് പോയവരാ സഹാബത്ത്. നമ്മളോട് പറയുന്നു വീട് പോകും പറമ്പ് പോകുമെന്ന് പറയുമ്പോഴേ നമ്മൾ വിറയ്ക്കാൻ തുടങ്ങി, നമ്മൾ പേടിക്കാൻ തുടങ്ങി. സഹോദര, ചിന്തിക്ക്, നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടവരാ. നമ്മൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും എങ്കിലെങ്കിലും ഇത് നേരെ ആവത്തുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നേരെയാകണമെങ്കിൽ അത് കള്ളമാകത്തില്ലല്ലോ. അപ്പൊ അതിന്റെ തുടക്കമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിരട്ടലുകൾ 4 ഭാഗത്ത് നിന്നും നടക്കും. 4 ഭാഗങ്ങളിൽ നിന്നും കൊല്ലും, കരിക്കും, വെട്ടും എന്നൊക്കെ പറഞ്ഞു പലരും വരും. നമ്മൾ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. നമ്മളിങ്ങനെ ഓലപ്പടക്കങ്ങളൊക്കെ കാണിക്കുമ്പോഴേ വരണ്ടു തുടങ്ങിയ ഇനി അമുട്ടൊക്കെ വരുമ്പോ എന്ത് ചെയ്യും സഹോദര? ഇനി വലുതൊക്കെ വരാനുള്ളതല്ലേ ഉള്ളൂ. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നിങ്ങൾ അല്ലാഹ് ആരാന്ന് മനസ്സിലാക്ക്. പേടിച്ചോടല്ലേ, കയ്യാലി വിറയ്ക്കല്ലേ. നിങ്ങൾ അല്ലാഹ് ആരാന്ന് മനസ്സിലാക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലേക്ക് ഹിജറ പോകുകയാണെന്നറിഞ്ഞപ്പോ ശത്രുക്കൾ മുഴുവനും വാളുവെടുത്തു കൊണ്ടുവന്നിട്ട് മുത്തി നബിയുടെ വീട് വളഞ്ഞു. ഇറങ്ങുമ്പോ വെട്ടിക്കൊന്നേക്കണം. ആരാണോ കാണുന്നത് അപ്പൊ തന്നെ വെട്ടിക്കൊള്ളണം. എല്ലാവരും വാള് പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുകയാ. വീടിനകത്താണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. മുത്തി നബി ചോദിച്ചു, അലിയാര് തങ്ങളോട് ചോദിച്ചു, നീ ഇവിടെ കിടക്കോ? അലിയാര് തങ്ങളോട് ചോദിച്ചു, നീ ഇവിടെ കിടക്കോ? അലിയാര് തങ്ങളുടെ ധൈര്യം പഠിക്കേണ്ടത്. ഞാൻ ഇവിടെ കിടക്കും നബി, എനിക്കെന്താ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്ന സ്ഥലത്ത് അലിയാര് തങ്ങളെ കിടത്തി. പ്രവാചകൻ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായപ്പോ അല്ലാഹ് ആരാന്ന് പഠിക്കണം മുസ്ലിം ആദ്യം. നിനക്ക് ഇതുവരെ അല്ലാഹ് തിരിഞ്ഞിട്ടില്ല. അല്ലാഹ് ആരാണെന്ന് നീ പഠിക്ക്. മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയെ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരണം. കയ്യിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു യാസീൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ ഖുർആൻ പറയുന്നു. മുത്തി നബിയോട് പറഞ്ഞു, നബിയെ, യാസീനിലെ ഈ ആയത്ത് ഓതണം, എന്നിട്ട് മണ്ണിൽ ഊതണം.
മണ്ണിലൂതിയിട്ട് വാതിൽ തുറക്കണം, ഒറ്റ ഏറെറിയണം, ഇറങ്ങിപ്പൊക്കോണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളെ പിടിച്ച് കിടത്തിയിട്ട് ജിബിരിയിൽ AK-47 അല്ല കൊണ്ടു കൊടുത്തത്. ആദ്യം മനസ്സിലാക്കട പൊട്ട. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ബോംബും അമുട്ടും തോക്കും ഒന്നുമല്ല കൊടുത്തേ. ഒരു പിടി മണ്ണ് വാരാൻ പറഞ്ഞു. അതിനകത്ത് എന്താ ഉള്ളേ? ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖുർആനിലെ യാസീനിലെ ഒരു ആയത്തോതണം, വാതിൽ തുറന്നെറിയണം, എന്നിട്ട് അവന്റെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഇറങ്ങിപ്പോകാനാ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് പോയില്ലേ? അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അതാ മനസ്സിലാക്കണം, ഇതാ അള്ളാഹ്, ഇതാണ് അള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വാഹനവുമായിട്ട് കാത്തു നിൽക്കുകയാ. അവസാനം റസൂലുള്ള ചോദിച്ചു, അബൂബക്കർ നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ റെഡിയാ നബി, എല്ലാം റെഡിയാക്കി നിൽക്കുക. വരുന്നുണ്ടോ? ചാടി കൂടെ കയറി. രണ്ടുപേരും കൂടെ പോകുന്ന വഴിയിലാണ് ശത്രുക്കൾ അറിഞ്ഞ് ഓടാൻ തുടങ്ങി. നാലാ ഭാഗങ്ങളിലും കണ്ട കൊല്ലാൻ ഓർഡറിട്ടു. ജനങ്ങൾ മുഴുവനും ഓടുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗറ ഗുഹയ്ക്കകത്തിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിറയ്ക്കാൻ തുടങ്ങി. കയ്യും കാലും പേടിച്ചിട്ട് വിറയ്ക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കറെ വിറയ്ക്കണേ? നബിയേ, ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം എന്താ ഇതിനകത്ത് അടിക്കുക? എന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നുണ്ട്. അവനൊന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളെ പിടിക്കും. നമ്മുടെ ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇത് ഖുർആൻ പറഞ്ഞതാ, ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, അബൂബക്കറെ, അല്ല നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ? നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, മൂന്നാമനായിട്ട് അല്ലാഹു ഉണ്ടല്ലോ. അതാ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ അബൂബക്കറെ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ആ മുകളിൽ നിൽക്കുന്നവൻ തന്റെ കാലിൽ നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്ക, അല്ല നമ്മുടെ കൂടെയുണ്ട്, പിന്നെ എന്തിനാ പേടിക്കണേ? അവന്റെ കാലി നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചപ്പോൾ അല്ല തീരുമാനിക്കണം. അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.